DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായ 2026 അടുത്ത മാസം ജനുവരി 1 മുതൽ ആരംഭിക്കുകയാണ്. തടസ്സമില്ലാതെ അടുത്ത വർഷവും പെൻഷൻ കിട്ടുന്നതിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീഡിയോ പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ വർഷത്തെ അവസാന ക്ഷേമ പെൻഷൻ വിതരണമാണ് ഡിസംബർ 15 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞ് അതേ ദിവസം തന്നെ 2000 രൂപ വീതമുള്ള ക്രിസ്മസിന് മുന്നോടിയായുള്ള ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിച്ചു കഴിഞ്ഞു. വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ നൽകുന്ന നടപടിയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്കും കൈകളിൽ ലഭിക്കുന്നവർക്കുമെല്ലാം തന്നെ ഡിസംബർ 24, അതായത് ക്രിസ്മസിന് മുന്നോടിയായി തന്നെ ഡിസംബർ മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ്. അടുത്ത ആഴ്ചയോടെ ക്ഷേമ പെൻഷനിൽ കേന്ദ്ര വിഹിത തുക ഉള്ളവർക്ക് പ്രത്യേകമായി ആ തുകയും അക്കൗണ്ടുകളിലേക്ക് വരുന്നതാണ്. പലർക്കും അക്കൗണ്ടുകളിൽ 2000 രൂപയ്ക്ക് പകരം 1700-ഉം 1800-ഉം ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇത്തരക്കാർക്കുള്ള 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിത തുക ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഉടനെ വരും ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. 2025 വർഷം അവസാനിക്കുമ്പോൾ സർക്കാർ കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ ഗഡുക്കൾ പൂർണ്ണമായും കൊടുത്തു തീർത്തു കഴിഞ്ഞു. കൂടാതെ പെൻഷനിൽ 4000 രൂപ വർധനവും വരുത്തി 2000-ലേക്കും എത്തിച്ചേർന്നുവെന്ന സന്തോഷത്തിലാണ് ഈ വർഷം വിട പറയുന്നത്. അതുപോലെ 2026 വർഷം സ്വാഗതം ചെയ്യുന്നതും ക്ഷേമ പെൻഷൻകാർക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ്. പുതുവർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ വീണ്ടും വർധന വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കുന്നതിനായി ജനുവരി 3-ാം വാരം അവതരിപ്പിക്കുവാനിരിക്കുന്ന സമ്പൂർണ്ണ ബജറ്റിൽ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കൂടുതൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് വീണ്ടും വർദ്ധിപ്പിക്കൽ, സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ സംവിധാനം പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കൽ എന്നിവ ബജറ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ബജറ്റിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും വലിയ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് വരുന്ന സൂചനകൾ. സർക്കാർ ക്ഷേമ പെൻഷൻ തുക പടിപടിയായി ഉയർത്തി 2500-ൽ എത്തിക്കുമെന്നത് ഈ സർക്കാരിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. സർക്കാരിൻ്റെ കാലാവധി കഴിയുവാൻ ഇനി 4-5 മാസങ്ങൾ മാത്രം ഉള്ളതിനാൽ അതിനുള്ളിൽ ക്ഷേമ പെൻഷൻ 2500-ആയി വിതരണം ചെയ്തു തുടങ്ങുവാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം അവതരിപ്പിക്കുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിച്ചാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ 1 മുതൽ ഉയർത്തിയ തുകയായിരിക്കും ക്ഷേമ പെൻഷനായി ലഭിക്കുക. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി ലഭിക്കുകയും അതുപോലെ പെൻഷൻ തുക വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളിലേക്ക് തടസ്സമൊന്നും കൂടാതെ കൃത്യമായി പെൻഷൻ എത്തുന്നതിനായി ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ ഡിസംബർ മാസത്തിലെ പെൻഷനും ചിലരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. 60 വയസ്സിന് താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ ലഭിക്കുന്നവർ മാത്രം എല്ലാ വർഷവും പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഈ രേഖ ഹാജരാക്കാത്തവരിൽ പലർക്കും ഈ മാസം പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. പരമാവധി പേർക്ക് ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി വിവിധ രേഖകളുടെ സമർപ്പണവും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് അവ പൂർത്തിയാക്കുവാനുള്ള സന്ദേശങ്ങളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി ലഭിച്ചിരുന്നു. വരുമാനരേഖ ആവശ്യപ്പെടുന്ന ചില ഗുണഭോക്താക്കളുണ്ട്. അത് പുനർവെരിഫിക്കേഷന്റെ ഭാഗമാണ്. അതുപോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ചില ഗുണഭോക്താക്കളോട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഈ രേഖകൾ കൃത്യമായി സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ സെന്ററുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഇതുപോലുള്ള വിവിധ കാരണങ്ങളാൽ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവർ അക്കാര്യങ്ങൾ ഡിസംബർ 31-നുള്ളിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ 2026 ജനുവരി മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ അവർക്ക് തുടർന്നും ലഭിക്കുകയുള്ളൂ. നിലവിൽ തടസ്സമൊന്നുമില്ലാതെ നവംബർ മാസത്തെയും ഡിസംബർ മാസത്തെയും ക്ഷേമ പെൻഷൻ ലഭിച്ചവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് തടസ്സമില്ലാതെ 2026 ജനുവരി മുതലുള്ള പെൻഷനും ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പെൻഷൻ ID അല്ലെങ്കിൽ ആധാർ നമ്പറൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് മുടങ്ങി, അതുപോലെ നിങ്ങൾ എന്തൊക്കെ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്, എന്തൊക്കെ രേഖകൾ ഇനി ഹാജരാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പുതിയ അറിയിപ്പുകളും കൃത്യമായി തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.